ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രാഡേക്ക് വേണ്ടിയുള്ള എൻട്രി സെറ്റപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഈ ഒരു എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത് നമുക്ക് സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് അടുത്ത് നിന്നാണ് നമ്മുടെ ഈ എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ചാർട്ടിൽ പോകുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് ഇവിടെ നമുക്കൊന്ന് ഒരു റെസിസ്റ്റൻസും ഒരു സപ്പോർട്ടും മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസിനടുത്താണ് നമ്മുടെ എൻട്രി വരുന്നത്. അപ്പം ഈ ഒരു എൻട്രി സെറ്റപ്പ്, ഫസ്റ്റ് എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു സപ്പോർട്ട് ഏരിയ, ഇതൊരു സപ്പോർട്ട് ഏരിയ ആണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് മുകളിൽ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു. നേരത്തെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ എത്തുമ്പോൾ നമുക്ക് മുകളിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യണമെങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ ഇവിടെ അവസാനം ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടാവും. ഓക്കെ, അത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിയാൽ മതി, റെഡ് ക്യാൻഡിൽ ഉണ്ടാവും. ഓക്കെ, ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ റെഡ് ക്യാൻഡിൽ. നമ്മൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് 15 മിനിറ്റിലായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു എൻട്രി സെറ്റപ്പ് നോക്കുന്നത് 5 മിനിറ്റിലാണ്. അപ്പം മുകളിൽ നിന്നും താഴത്തേക്ക് വന്നു, അവസാനത്തെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് ഇനി ഒരു പിൻ ബാർ ക്യാൻഡിലോ സ്പിന്നിങ് ടോപ്പോ ഇൻഡിസിഷൻ, ഏതെങ്കിലും ഇൻഡിസിഷൻ, ഇപ്പോൾ ഡോജി ക്യാൻഡിലാവാം, സ്പിന്നിങ് ടോപ്പ് ആവാം, ഈ പറഞ്ഞ ഹാമർ ക്യാൻഡിൽ, ഏത് ക്യാൻഡിലും ആവാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു അവസാനത്തെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലേക്ക് കയറുകയാണെങ്കിൽ അത് ഈ താഴെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ എങ്ങനെ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇതിൻ്റെ അവസാനത്തെ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തിരിക്കണം, അതായത് എൻഗൾഫ് ചെയ്തിരിക്കണം. എൻഗൾഫ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നിലവിലുള്ള അവസാനത്തെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയിനെ ബ്രേക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ബ്രേക്ക് ചെയ്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് എൻട്രി സെറ്റപ്പ് വരുന്നത്. ഇനി അതല്ല, ഇവിടെ ഇങ്ങനെ ചിലപ്പോൾ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നെയാകാം, ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ലെഫ്റ്റ് സൈഡിലുള്ള 5 മിനിറ്റ് റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴത്ത്, ഈ ഒരു ക്യാൻഡിലിന് താഴത്ത് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. അപ്പോൾ ഇത് സപ്പോർട്ട് ഏരിയയിലുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അവസാനത്തെ 5 മിനിറ്റ് ചെറിയ റെഡ് ക്യാൻഡിലാകരുത്. നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്കറിയാമല്ലോ ഒരു സ്ട്രോങ് ആയിട്ട്, എന്നാൽ ഒരുപാട് വലിയ റെഡ് ക്യാൻഡിലും ആവണമെന്നില്ല. ഓക്കെ, ഞാൻ ചാർട്ടിലും കൂടെ കാണിച്ചു തരാം ഈ ഒരു രീതി കഴിഞ്ഞതിന് ശേഷം. ഇനി മുകളിൽ നിന്നാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ, താഴെ നിന്ന് മുകളിലോട്ട് ഗ്രീൻ ക്യാൻഡിലുകൾ പോകുന്നു, എന്നിട്ട് അവസാനം ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ എന്തെങ്കിലും റിജക്ഷൻ ക്യാൻഡിലുകളും കൂടെ കിട്ടുകയാണെങ്കിൽ അതൊന്നും കൂടെ കൂടുതൽ കൺഫർമേഷനാണ്. ഈ പറഞ്ഞ കണക്ക് റെസിസ്റ്റൻസ് ഏരിയയിൽ അറിയാമല്ലോ, ഹാങ്ങിങ് മാൻ ആവാം, അല്ലെങ്കിൽ തലതിരിഞ്ഞ പിൻബാർ ക്യാൻഡിലാവാം, ഷൂട്ടിംഗ് സ്റ്റാർ, സ്പിന്നിങ് ടോപ്പ്, എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, അതും കൂടെ വരികയാണെങ്കിൽ ഒന്നും കൂടെ കൺഫർമേഷനാണ്. അപ്പോൾ അവസാനത്തെ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലിനെ ഒരു റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്താൽ, ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ ഒരു അവസാനത്തെ ആ ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തപ്പോൾ അവിടെ ആ ഒരു ടൈമിൽ സെല്ലർ അവിടെ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നമുക്ക് താഴത്തേക്കുള്ള ട്രേഡ് നോക്കാം. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത്. ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കിയിട്ട് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ താഴെ നിന്നും മുകളിൽ നിന്നും നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനി നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് ഒന്ന് നോക്കാം. ഓക്കെ, ബ്രേക്ക് ഔട്ട് ട്രേഡ്സിൻ്റെ എൻട്രി സെറ്റപ്പ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിന്ന് നേരിട്ട്
താഴെ നിന്നും പോയിട്ട് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രേഡിൽ ചാടിക്കയറി എൻട്രി എടുക്കാതിരിക്കുക. ഇത് നമുക്ക് ബ്രേക്കൗട്ട് റേറ്റ്സ് കൂടുതൽ കൺഫർമേഷനായിട്ട് എടുക്കാൻ പറ്റുന്നത് ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റായി ഇപ്പോഴാണ് ആ ഒരു റെസിസ്റ്റൻസിൽ മാർക്കറ്റ് എത്തിയത്. ഓക്കെ, അപ്പം അവിടെ കുറച്ച് നേരം നിന്നിട്ട് ബ്രേക്കൗട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയിട്ട് ആ ട്രേഡിൽ മുകളിലേക്ക് നോക്കാം. അതായത് ആ ബ്രേക്കൗട്ട് ചെയ്യുന്ന ക്യാൻഡിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ക്യാൻഡിലായിരിക്കണം മസ്റ്റായിട്ട് നോക്കേണ്ടത്. ഓക്കെ, 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ഗ്രീൻ ക്യാൻഡിൽ അതിന് മുകളിലേക്ക് ബ്രേക്ക് ആവണം. ഒരിക്കലും ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പോകാം. താഴെ നിന്ന് മുകളിലേക്ക് ഞാനൊരു ക്യാൻഡിലിൻ്റെ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം. ഗ്രീൻ ക്യാൻഡിലായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഓക്കെ, മുകളിലോട്ട് പോയി റെസിസ്റ്റൻസ് ഏരിയ അതിനടുത്തെത്തിയിട്ട് നേരിട്ട് ഇങ്ങനെ പോയി ബ്രേക്കൗട്ട് ആവുകയാണെങ്കിൽ അതിൽ ചാടി കയറി ട്രേഡ് എടുക്കാതിരിക്കുക. ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് എത്തി, മുകളിലോട്ട് പോയിട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് എത്തി. അതിനുശേഷം എന്താവും, ഇവിടെ കുറച്ച് നേരം ആ മേളിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് താഴത്തേക്ക് ഒരു പുൾ ബാക്ക് വരികയൊക്കെ ചെയ്തിട്ട് താഴത്തേക്ക് ഒരു പുൾ ബാക്ക് വന്നു. ഓക്കെ, തിരിച്ച് മാർക്കറ്റിന് മുകളിലോട്ട് കയറിപ്പോന്നു. ഇങ്ങനെ പോയിട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്കൗട്ട് തരികയാണെങ്കിൽ നമുക്കിത് നല്ലൊരു കൺഫർമേഷനാണ്. ഓക്കെ, അല്ല നേരിട്ട് പോയി ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ട്രേഡിൽ എൻ്റർ ആവാതിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ പോയിട്ട് താഴെ നിന്നും നേരെ തന്നെ പോയി ഇങ്ങനെ ബ്രേക്കൗട്ട് ചെയ്യണമെങ്കിൽ അത് ചാടി കയറാതിരിക്കുക. അത് വലിയ സ്റ്റോപ്പ് ലോസും ആവും, തിരിച്ചിറങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. താഴത്തേക്കായാലും അതുപോലെ തന്നെ താഴത്ത് വന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതി തന്നെ താഴത്തേക്ക് സെല്ലിംഗ് ക്യാൻഡിൽ താഴത്തേക്ക് വന്ന് നേരിട്ട് വന്ന് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചാടി കയറി എടുക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ഈ ഒരു താഴത്തെ സൈഡിലായിട്ട് സപ്പോർട്ട് ഏരിയയും കൂടെ ആണെങ്കിൽ നേരിട്ട് ഒരിക്കലും ചാടി കയറരുത്. ഇവിടെ വന്നിട്ട് ഒന്നുകിൽ ഒന്ന് പുൾ ബാക്ക് മുകളിലേക്ക് പോയി പിന്നെ വന്ന് ഈ താഴത്തെ ആ ഒരു സ്വിങ് ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ തന്നെ നോക്കുന്നതാണ് ഏറ്റവും സേഫ് ബ്രേക്കൗട്ടിൽ. ഓക്കെ, അതും ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലായിരിക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ബ്രേക്കൗട്ടായ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ഓക്കെ, ആ ഒരു ക്യാൻഡിലിൻ്റെ താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. അതിൻ്റെ അടുത്ത ആ മുകളിൽ ബ്രേക്കൗട്ടായ ക്യാൻഡിൽ കഴിഞ്ഞ് അടുത്ത ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. ഇനി ഇത് ബ്രേക്കൗട്ട് ചെയ്യുന്നത് വലിയ ഒരു ക്യാൻഡിലാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മുകളിൽ കയറി എൻട്രി എടുക്കാൻ നിൽക്കില്ല, കാരണം സ്റ്റോപ്പ് ലോസ് വലുതായിരിക്കും. അത് ഒന്നുകിൽ ഒരു പുൾ ബാക്ക് വന്നോട്ടെ, തിരിച്ച് താഴത്തേക്ക് ഒരു പുൾ ബാക്ക് വന്നോട്ടെ, അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടും, ഇവിടെ നിന്ന് എൻട്രി എടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ച് മേളിൽ പോയിട്ട് ഈ ഒരു ഹൈയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കാം. അപ്പോൾ ഈ ഒരു ഹൈ മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, തൊട്ട് മുകളിൽ നേരത്തെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ബ്രേക്ക് ചെയ്തിട്ടേ എടുക്കാവൂ. ഒരു പക്ഷേ ഇവിടെ നിന്ന് ബ്രേക്കൗട്ട് ആയി എന്ന് വെച്ച് ചാടി കയറുമ്പോൾ ഈ റെസിസ്റ്റൻസ് നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം ഇവിടെ നിന്ന് എൻട്രി എടുത്താലും ടാർഗറ്റിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാൻ. ഓക്കെ, എപ്പോഴും നമ്മൾ എൻട്രി എടുക്കുമ്പോൾ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ എൻട്രി എടുക്കുന്നതായിരിക്കും സേഫ്. ഇവിടെ വന്ന് ഇത് നേരത്തെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇതിൻ്റെ മുകളിൽ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തത് ഈ ക്യാൻഡിൽ, അപ്പോൾ ഇതിൻ്റെ ലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഇത് നമുക്ക് ചാർട്ടിലൊന്ന് നോക്കാം. അപ്പോൾ മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കണക്കുള്ള ആ ഒരു എൻട്രിയുടെ സെറ്റപ്പ് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് അടുത്ത് നിന്നായിരിക്കണം, അതെപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുക. അല്ലാതെ ചാടി കയറി എല്ലായിടം കയറി നോക്കാൻ നിൽക്കരുത്. ഇതിപ്പോൾ ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, അവസാനത്തെ റെഡ് ക്യാൻഡിൽ. ഓക്കെ, ഇത് താഴത്തേക്ക് വന്നു, ഇവിടുന്ന് മുകളിലോട്ട് കയറുന്നു ആ സപ്പോർട്ടിൽ നിന്ന്. അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയിനെ
ഒരു ഗ്രീൻ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് താഴത്ത് വെച്ചിട്ട് മാർക്കറ്റിനെ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് വരെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് മുകളിലോട്ടുള്ള ആ ഒരു എൻട്രി സെറ്റപ്പ്. സപ്പോർട്ട് ഏരിയയിൽ വെച്ചിട്ട് അവസാനത്തെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലിൻ്റെ ഹൈയിനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി അത് ക്ലോസ് വെക്കണം ആ ടൈമിൽ. ആ 5 മിനിറ്റ് ക്യാൻഡിൽ അവിടെ ക്ലോസ് വെച്ചതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാവൂ. ക്ലോസ് വെച്ചില്ല എങ്കിൽ എൻട്രി എടുക്കാൻ നിൽക്കരുത്. അതിൻ്റെ മുകളിൽ ക്ലോസ് വെച്ചാലോ അല്ലെങ്കിൽ അതിന് ശേഷം അതിൻ്റെ മുകളിൽ വേറൊരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വെച്ചാലോ എങ്കിൽ മാത്രമേ എൻട്രിക്ക് പോകാവൂ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സപ്പോർട്ട് ഏരിയയിലാണ് നോക്കിയത്. ഇനി ഇപ്പോൾ ഈ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ആദ്യം റെസിസ്റ്റൻസ് ആയിരുന്നു, മാർക്കറ്റ് താഴത്തേക്ക് വന്നു, ഇവിടുന്ന് കയറി അതേ റെസിസ്റ്റൻസ് ഏരിയയിൽ പോയിട്ട് ഇവിടെ ഉള്ള അവസാനത്തെ ആ ഒരു 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതും വലിയൊരു ക്യാൻഡിൽ തന്നെയാണ്. അപ്പം തൊട്ടടുത്ത് ഇങ്ങനെയുള്ള ക്യാൻഡിൽ ഉണ്ടെങ്കിൽ അതിനെ വേണം കൺസിഡർ ചെയ്യാൻ. അപ്പോൾ അവസാനത്തെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ബിഗ് ഗ്രീൻ ക്യാൻഡിൽ, കാരണം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നോക്കാത്തത് ഇതിൻ്റെ ഈ വിക്കുള്ള ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഇൻസൈഡാണ് ഈ ഗ്രീൻ ക്യാൻഡിൽ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ നമ്മൾ നോക്കാത്തത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു സമയത്ത് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തു. അപ്പോൾ നമുക്ക് താഴത്തേക്കുള്ള എൻട്രി എടുക്കാം. അപ്പോൾ എപ്പോഴും ഇത് നോക്കുക, സപ്പോർട്ട് ഏരിയയിൽ അവസാനത്തെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ എൻഗൾഫ് ചെയ്ത് കയറുമ്പോൾ, അവിടെ എൻഗൾഫ് ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ, ആ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലോട്ട് എൻട്രി എടുക്കാം. അതുപോലെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വെച്ചിട്ട് അവസാനത്തെ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിനെ, അത് വെറും എന്താ പറയുക, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നണം ഒരു സ്ട്രോങ് ക്യാൻഡിലാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് എൻഗൾഫ് ചെയ്യുമ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്ത് ക്ലോസ് വെച്ച് കഴിഞ്ഞിട്ട് എൻട്രിക്ക് പോകാവൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് താഴത്ത് ഈ ഒരു റെഡ് ക്യാൻഡിൽ താഴത്തേക്ക് ക്ലോസ് വെച്ചു. ഓക്കെ, അതിൻ്റെ ബോഡി താഴത്ത് ക്ലോസ് വെച്ചു. ആ ക്ലോസ് വെച്ചതിന് ശേഷമാണ് നമ്മൾ എൻട്രിക്ക് പോകേണ്ടത്. അല്ലാതെ ബ്രേക്ക് ഔട്ടായി എന്ന് വെച്ച ഉടനെ ചാടിക്കറി എൻട്രി എടുക്കൽ. ആ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ഫുള്ള് അവിടെ കംപ്ലീറ്റ് ആവട്ടെ, അതിന് ശേഷം മാത്രം എൻട്രിക്ക് പോവുക. ഇനി ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് നമ്മൾ തുടക്കത്തിൽ കാണിച്ചായിരുന്നു. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് നമ്മൾ ഒരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാരണം കുറച്ച് നേരം ആ ഒരു ഇപ്പോൾ ഈ ഒരു ബിഗ് റെഡ് ക്യാൻഡിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണല്ലോ. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഒരു ബിഗ് റെസിസ്റ്റൻസ് ഏരിയ, ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ടൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ഇത് താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വന്ന് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് ചാടി കയറാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചാടി കയറി ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഒറ്റയടിക്ക് മീൻസ് ഇവിടുന്ന് താഴേന്ന് നേരെ കയറി ഇങ്ങനെ വന്നിട്ട് ഒറ്റയടിക്ക് മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ ഒരിക്കലും അതിനകത്ത് ചാടി കയറി എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചാടി കയറാൻ നിൽക്കരുത്. ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പ് എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഈ ഒരു രീതി തന്നെയാണ്. കാരണം ഇവിടുന്ന് മാർക്കറ്റ് താഴെ നിന്ന് മുകളിലോട്ട് കയറി അതിന് ശേഷം ഒരു പുൾ ബാക്ക് വന്ന് പിന്നീട് അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ആ ട്രേഡിലിരിക്കാം. ഇവിടെ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ കുറച്ച് നേരം നിന്നിട്ട്, ഇവിടെയും കുറച്ച് നേരം മാർക്കറ്റ് നിന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒന്ന് സൈഡായിട്ട് നിന്നിട്ട് കുറച്ച് നേരം നിൽക്കണം മാർക്കറ്റ്. കുറച്ച് നേരം ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് നിന്നതിന് ശേഷം ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ നല്ല. ഓക്കെ, നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് ആ ട്രേഡിൽ കയറാൻ പറ്റും. അല്ലാതെ ഒറ്റയടിക്ക് ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ കയറാൻ നിൽക്കില്ല. ഇങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ കുറച്ച് നേരം സൈഡായിട്ട് നിന്നിട്ടോ അല്ലെങ്കിൽ ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ആയിട്ടോ ഒന്ന് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ഇങ്ങനെ ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ആയി അതിന് ശേഷം ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ ട്രേഡിൽ നമുക്ക് കോൺഫിഡൻസ് ആയിട്ടിരിക്കാം. ഓക്കെ, ഒന്നുകിൽ കുറച്ച് നേരം ഒരു റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുക, ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ചെന്നിട്ട്, എന്നിട്ട് അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുക 15 മിനിറ്റ് ടൈം ഫ്രെയിമിലെ ഗ്രീൻ ക്യാൻഡിൽ.
അതല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന് ഒരു സ്വിങ് ഹൈ പോലെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ആ ഒരു സമയത്ത് എൻട്രിക്ക് പോകാം. ഇതുപോലെ തന്നെ നമ്മൾ താഴത്തേക്കുള്ള ട്രേഡും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇൻട്രാഡേയിലെ 2 എൻട്രി സെറ്റപ്പ് രീതി എന്ന് പറയുന്നത്. ബ്രേക്ക്ഔട്ട് ട്രേഡിൽ എൻട്രിയും അതുപോലെ ഇപ്പം നോക്കിയ ഒരു എൻഗൾഫ് ടൈപ്പ് പാറ്റേൺ ഇല്ലേ, ആ ഒരു പാറ്റേൺ രീതി. ഈ ഒരു 2 രീതി നല്ല ബെസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. പരമാവധി ഇത് ട്രെൻഡിങ് ഡേയിലൊക്കെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. അല്ലെങ്കിലും ഒരു സൈഡ് വൈസ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും അത്യാവശ്യം സപ്പോർട്ടിലും റെസിസ്റ്റൻസിലേക്കും ദൂരമുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നല്ല രീതിയിലൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ആദ്യം പ്രാക്ടീസ് ചെയ്തിട്ടൊന്ന് നല്ല രീതിയിൽ ചെയ്ത് നോക്കുക ഈ 2 രീതിയും. ഓക്കെ, ഒന്നും കൂടെ ഇത് ഒന്ന് പറയാം. ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് ആദ്യത്തെ എൻഗൾഫിംഗ് പാറ്റേണിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ട് അവസാനത്തെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ച് കഴിയുമ്പോൾ അടുത്ത ക്യാൻഡിലിൽ നമുക്ക് മുകളിലോട്ട് എൻട്രി എടുക്കാം. അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വെച്ചിട്ട് അവസാനത്തെ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴേക്ക് ഒരു റെഡ് ക്യാൻഡിൽ എൻഗൾഫ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ, ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെച്ച് കഴിയുമ്പോൾ, ആ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ക്ലോസ് വെച്ച് കഴിയുമ്പോൾ അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവുന്ന സമയത്ത് നമുക്ക് താഴത്തേക്കുള്ള ട്രേഡ് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക്ഔട്ട് ട്രേഡ്സ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് വെക്കുന്നതെങ്കിൽ അത് നല്ലൊരു കൺഫർമേഷനാണ്. അപ്പോൾ ആ ടൈം ഫ്രെയിമിൽ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒറ്റയടിക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നതിലല്ല, അവിടെ ചെന്നിട്ട് ഒന്നുകിൽ ഒരു സ്വിങ് ഹൈ പോലെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ആ സ്വിങ് ഹൈനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രിക്ക് പോവാം. അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ചെന്നിട്ട് കുറച്ച് നേരം മാർക്കറ്റ് ഒന്ന് സൈഡായിട്ട് നിന്നിട്ട് അതിന് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴും നമുക്ക് പോകാം. ഓക്കെ, അല്ലാതെ നേരിട്ട് ഒരിക്കലും ബ്രേക്ക്ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ചാടിക്കറി എടുക്കാതിരിക്കുക. അതുപോലെ ആ ഒരു ടൈം ഫ്രെയിം ക്ലോസ് ആവട്ടെ, അല്ലാതെ ബ്രേക്ക്ഔട്ടായി ആ ഒരു ടൈം 5 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ഒരിക്കലും ചാടി കയറാതിരിക്കുക. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടി ഇവിടെ പറയാം. ഇപ്പോൾ ഈ ബ്രേക്ക്ഔട്ട് ആവുന്ന ക്യാൻഡിൽ അത്യാവശ്യം വലിയൊരു ക്യാൻഡിൽ ആണെങ്കിൽ, ഒരു നല്ലൊരു വലിയൊരു ക്യാൻഡിൽ ആണെങ്കിൽ നമ്മൾ ഈ ക്യാൻഡിലിനും ചാടി കയറി മുകളിലോട്ട് എൻട്രി എടുക്കാതിരിക്കുക. ഇത് വലിയ സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുക്കാൻ നിന്നാൽ ചിലപ്പോൾ തിരിച്ച് താഴത്തേക്ക് വരും. ഓക്കെ, ഇത് താഴത്തേക്ക് വരികയാണെങ്കിൽ തിരിച്ചൊരു പുൾ ബാക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് മുകളിലേക്ക് ഒരു എൻട്രി സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ ബ്രേക്ക്ഔട്ട് ചെയ്ത ബിഗ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴത്ത് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ട് താഴത്തെ നിന്ന് എൻട്രി സെറ്റപ്പ് ഇട്ടുമ്പോൾ മുകളിലോട്ട് എടുക്കാം. അല്ലാതെ വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ചാടി കയറിപ്പോയി എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.